അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ചിക്കൻ പിക്കിൾ. അപ്പോൾ നമ്മൾ കുറേ അധികം കോഴി കൊണ്ടുവന്നിട്ട് ഇതിനൊക്കെ നല്ല വെട്ടി ക്ലീൻ ചെയ്ത് നല്ല സൂപ്പറായിട്ട് നമുക്ക് ചിക്കൻ പിക്കിൾ ഉണ്ടാക്കി എടുക്കാം. വളരെ ചെറുതായി വെട്ടണം കേട്ടോ കഴിച്ചാൽ. ഒന്നരയില്ലേ? നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് സാദാ മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, ഒരല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം, ഒരല്പം കുരുമുളക് പൊടി അല്ലേ, പാകത്തിന് ഉപ്പ് കളിക്കാം. ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റിലിരിക്കട്ടെ അല്ലേ, എന്നാലും ശരിക്കും മസാലയും ഉപ്പൊക്കെ അതിനകത്ത് പിടിക്കുള്ളൂ. ശുദ്ധമായ വെളിച്ചെണ്ണ, കുറേശ്ശെ പരത്തിയത്
വെച്ച് നമുക്ക് പണി തുടങ്ങാം. ശുദ്ധമായ നല്ലെണ്ണ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, ഉലുവ ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, എരിവുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ മാത്രം ഉപ്പിട്ടുള്ളൂ. ഞാനിത് ചിക്കൻ ഇട്ടു. കായപ്പൊടി ഇട്ടു. അപ്പോഴേ ശരിക്കും അച്ചാർ മഴയും അതിനെ കറക്റ്റ്. നമ്മുടെ നാടൻ കുമ്പളങ്ങിയും കോഴി അല്ലേ? ആദ്യം നമുക്കിത് കഴിച്ച് നോക്കാം. പാലക്കാടൻ കുമ്പളങ്ങി ഇറക്കി. ഇത് നമ്മുടെ അച്ചാറ്. ജിത്തോ എങ്ങനെയുണ്ട് അച്ചാറ്? നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് ഇട്ട അച്ചാറ്. ലൈറ്റായിട്ട് മഴയുണ്ട് പുറകിലുണ്ടാ. നമ്മുടെ പരിപാടി കഴിയലും മഴ വരലും ഒപ്പം. പക്ഷെ ഒരു രക്ഷയില്ല സാധനം. മോമക്കാ അച്ചാർ എങ്ങനെയുണ്ട്? സൂപ്പർ 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 അല്ല? അത് എങ്ങനെയുണ്ട് അച്ചാറ്? അടിപൊളി അടിപൊളി. ഒന്നുകൂടെ ചൂടാറില്ലേ? നാളെക്കാണ് ഞങ്ങളൊക്കെ നനഞ്ഞു. ലാസ്റ്റ് മഴയായിരുന്നു. രതീഷേ, നമ്മൾ അച്ചാർ വിൽക്കണേ എത്ര രൂപ വിൽക്കാം? ഒരു 2000 രൂപയ്ക്ക് വിൽക്കാം. ശരിക്കും പറഞ്ഞാൽ 2000 രൂപേക്കാളും രുചിയുണ്ട് കിട്ടാം. പക്ഷേ ഞങ്ങൾ ഒരാൾക്ക് കൊടുക്കില്ല, ഞങ്ങൾ ഓവർഫ്ലോയിൽ കൊണ്ട് കൊടുക്കാം. നമ്മളെന്ത് അവർ കഴിക്കട്ടെ നമ്മുടെ സ്പെഷ്യൽ അച്ചാർ. അപ്പോൾ സംഭവം എന്തായാലും നമ്മുടെ പാലക്കാടൻ കോഴിയും കുമ്പളങ്ങയും, അതുപോലെ തന്നെ നമ്മുടെ അച്ചാർ, അതുപോലെ തന്നെ നമ്മുടെ ജിത്തുവിൻ്റെ പപ്പടവും ഒരു രക്ഷയില്ല കേട്ടാ. അപ്പോൾ നമ്മളെ അച്ചാർ നമ്മുടെ കുറേ അധികം ഉണ്ട്. നമ്മൾ ഓവർഫ്ലോയിൽ കൊണ്ട് കൊടുക്കാം അല്ലേ ചേച്ചാ? അവരും കഴിക്കണം നമ്മുടെ സാധനം. നമ്മളിതിനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർത്തില്ല. നാച്ചുറലായിട്ട് എന്താണ് കിട്ടിയത് അത് ഉപയോഗിക്കുന്ന സാധനം. അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ അവർക്ക് ഏകദേശം 1 മാസം കഴിക്കാനുള്ള സാധനം ഉണ്ടാവില്ലേ? ഈ എല്ലൊക്കെ കൂടുതലുള്ള സാധനമൊക്കെ നമ്മളെന്ന് കാണിച്ച് അങ്ങനെയാണ് നമ്മൾ കോഴിയും കുമ്പളങ്ങയും ആക്കിയതിട്ടാ. അത് പാലക്കാടിൻ്റെ ഒരു അഹങ്കാരമാണ് കോഴിയും കുമ്പളങ്ങി എന്ന് പറയാം. കല്യാണം വീടിന് അവിടെ സാധനം ഉണ്ടാവില്ലേ? അപ്പോൾ ഒരു ലക്ഷത്തിൽ അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സാധനം ഓവർഫ്ലോയിൽ കൊണ്ട് കൊടുക്കാം.